തൻ്റെ കുഞ്ഞിനെ തൻ്റെ കൈകൊണ്ട് അവർക്ക് കൈമാറാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്കറിയാടോ. താൻ വിഷമിക്കണ്ട. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. താനെങ്കിൽ തന്നോട്ടെ. തന്നോടോ. സാർ, എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോട്ടെ. അവളെ ഞാനൊന്ന് വളർത്തിക്കോട്ടെ സാർ. ഞാൻ വളർത്തിക്കോട്ടെ സാർ. എന്റെ മോളെ ഞാൻ വളർത്തിക്കോട്ടെ. ഞാൻ വളർത്തിക്കോട്ടെ എന്റെ മോളെ. പ്ലീസ് സർ. വേറെ ആരും വളർത്തണ്ട. അതിന്റെ അവകാശം എനിക്ക് മാത്രം. ഇത് എന്റെ മിസ്റ്റേക്ക് അല്ലേ. എന്റെ മോളെ ഞാൻ വളർത്തിക്കോളാം. രവി, ആർക്കും കൊടുക്കില്ല. ഞാൻ വളർത്തിക്കോട്ടെ സർ. പ്ലീസ് സർ. ഇത് എന്റെ മോളല്ലേ സർ. ഞാൻ വളർത്തിക്കോളാം സർ. ഞാൻ വളർത്തിക്കോളാം സർ. താനൊന്ന് പതുക്കെ പ്ലീസ് സർ. ഞാൻ താനിത് എന്തുട്ടായി പറയണേ? എന്റെ മോള് നമ്മൾ ഇത്രയും കാര്യങ്ങള് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് വേണ്ട സർ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എനിക്ക് കൊടുക്കാൻ പറ്റില്ല. വേണ്ട സർ. എന്നെ കുഞ്ഞിനെ ആരും കൊണ്ടുപോണ്ട. അവരോട് പോയിക്കൊള്ളാൻ പറ. അവരോട് പോവാൻ പറ. എന്റെ കുഞ്ഞിനെ ഞാനാ വളർത്തണ്ടേ. എടോ, താൻ എന്തുട്ടായി പറയണേ? താൻ ഞാൻ പറയണൊന്ന് കേക്ക്. ഇത് തെറ്റാട്ടാ. ഇത് അവരോട് ചെയ്യണ ഏറ്റവും വലിയ തെറ്റാണ്. ഈ കാര്യത്തിന് വേണ്ടി ഞാനും താനും അവരൊക്കെ ഇത്രയും കിടന്ന് ഓടിട്ട് കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജ് വരെ കൊണ്ടെത്തിച്ചിട്ട് ഇനിയിപ്പോ എന്തുട്ടാ താൻ അവരോട് പറയാൻ പോണേ? ആരെന്ത് പറഞ്ഞാലും ഇത് വേണ്ട. സാർ ചെന്ന് അവരോട് പറ. ആർക്കും എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. ഒരാൾക്കും തരില്ല ഞാൻ. താനൊന്ന് പതുക്കെ. പ്ലീസ്. ഞാൻ വളർത്തിക്കോട്ടെ എന്റെ കുഞ്ഞിനെ. ഇത് എന്റെ കുഞ്ഞാ. ഞാൻ വളർത്തുന്ന കുഞ്ഞാ. ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ എന്റെ കൂടെ വളർത്തും. ഞാൻ നോക്കിക്കോളാം. പ്ലീസ്. ഞാൻ നോക്കിക്കോളാം. സബി, ഇവളിത് എന്തായി പറയണേ? അവള് കൊച്ചിനെ വളർത്തിക്കൊള്ളാന്ന്. വളർത്തിക്കൊള്ളാന്നോ? അതെ അരുൺ, ശ്രുതി എന്തൊക്കെയായി പറയുന്നേ? അതിപ്പോ ആൾക്കിപ്പോ ആളുടെ കുഞ്ഞിനെ തരാൻ പറ്റില്ലെന്ന്. തരാൻ പറ്റില്ലെന്നോ? എന്ത് വൃത്തിയായി പറയുന്നേ? ഒരു മര്യാദയില്ലേ? അരുണല്ലേ ഇതിനകത്ത് ഇടപെട്ടെ? എല്ലാ കാര്യം ഏറ്റിട്ട് ഇത് പ്ലാനിങ്ങാ സബി. ഇതെല്ലാരും കൂടെ ചേർന്നുള്ള പ്ലാനിങ്ങാ. ചതിയാ ഇത്, ചതിയാ. ആ, വലിയ ചതിയായി പോയത്. മനഃപൂർവ്വം എല്ലാരും ഒത്തോണ്ടുള്ളൊരു കളിയാ. ഹോസ്പിറ്റലിൽ എന്തൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞേ? ആരും അന്വേഷിച്ചു വരില്ല, അവകാശം പറഞ്ഞുകൊണ്ട് വരില്ല, എല്ലാം ഉറപ്പ് പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ എന്തായി? മറുപടിയില്ലേ? നാവിറങ്ങിപ്പോയോ? നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ട് വളർത്തിക്കോ. പലവട്ടം വാവിട്ട് ഞാൻ ചോദിച്ചതല്ലേ അരുണിനോടും ശ്രുതിയോടും എല്ലാരോടും. എന്നിട്ട് എല്ലാം കൂടെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പൊ എന്തായി? ചതിയായിപ്പോയത്, മഹാചതിയായിപ്പോയി. അരുണിന്റെ അടുത്ത് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. നെറിവിളവനാന്നാ കരുതിയേ. ചതിക്കായിരുന്നു എല്ലാരും കൂടെ. രവിയേട്ടാ, കഷ്ടമായത്, മഹാകഷ്ടം. കാത്തിരിക്കുക അവിടെ അച്ഛനും അമ്മയും പൊടിമോനും ഒക്കെ. അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് വേണ്ടായിരുന്നു തരണേ. ഇതൊന്നും നമ്മളോട് വേണ്ടായിരുന്നു. ഞങ്ങള് ഗതികെട്ടവരായിപ്പോയി. അതുകൊണ്ടാ നാണവും മാനവും ഇല്ലാതെ ഞാനും ഇവളും ഇങ്ങനെ നടക്കുന്നത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്. രവിയേട്ടാ, നിങ്ങൾ കരുതുന്ന പോലെ എനിക്കിതൊന്നും അറിയില്ല. നിങ്ങൾ എന്നൊന്നും മനസ്സിലാക്ക്. ഇനി ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാൻ അരുൺ? 2 മാസം അവളെയും കുഞ്ഞിനെ കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് ഇതൊന്നും അറിയില്ലെന്ന് ആരോടാരുണേ പറയുന്നേ? എന്നോടാണോ? ആണോ? മണ്ടനാക്ക മനുഷ്യനെ.
ചുമ്മാ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ആളെ വിട്ടിയാക്കുന്നു. ഒന്നും അറിയില്ല പോലും. ഇതാരോട് അരുണ ഈ പറയുന്നേ? അരുണിനറിയാമോ, 100,000 കാര്യങ്ങളായിരുന്നു മനസ്സിൽ. ആകാശം വരെ കെട്ടിപ്പൊക്കി മനക്കോട്ട. എന്നെ കരുതണ്ട, ദൈവള് ഈ സബി. ഇവളീ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനേ കാലങ്ങളെടുക്കും. ഭയങ്കര ചതിയായിപ്പോയി അരുണ. ഇത് പൊറുക്കാൻ പറ്റാത്ത ചതിയായിപ്പോയി. രവിയേട്ടാ വേണ്ട, അരുൺ ഒന്നും പറയണ്ട. ഒരുപാട് കൊതിച്ചതാ ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്. ഒരുപാട് സ്വപ്നം കണ്ടതാ. ഒരു വാക്കുകൊണ്ട് തകർത്ത് കളഞ്ഞല്ലോ അരുണെ എല്ലാ സ്വപ്നങ്ങളും. കുഞ്ഞിനെ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും കാലം എടുത്തേ? പറഞ്ഞുവിടായിരുന്നോ നിങ്ങൾക്ക് നേരത്തെ? ഒത്തുകളിയായിരുന്നു. അപ്പം എല്ലാം ഒത്തുകളിയായിരുന്നു. ഇത് ഒത്തുകളിയാ സബി. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാ അതുറപ്പാ. അന്ന് നമ്മൾ വഴിയിൽ നിന്ന് എടുത്തോണ്ടെന്ന് സ്തുതിയെ നമ്മൾ വീട്ടിൽ കൊണ്ട് നിർത്തി. ഒരു ഒളിച്ചുകളിയെന്ന് എല്ലാരും പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ചില്ല. അത് സത്യമായിരുന്നു. അത് അവളെ വീട്ടിൽ കൊണ്ടു നിർത്തുന്നു, സ്റ്റാഫായിട്ട് കൊണ്ടുപോകുന്നു, ജോലി കൊടുക്കുന്നു, കൊണ്ടുപോകുന്നു, കൊണ്ടുവരുന്നു, കുഞ്ഞിനെ പ്രസവിപ്പിച്ചു തരാന്ന് പറയുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ? വേണ്ട, അരുണിനെ ഒന്നും പറയണ്ട. ഇനി ആരും ഒന്നും പറയണ്ട. നിങ്ങൾക്കൊന്നും ഒരു കുഞ്ഞില്ലാത്തവരുടെ ദുഃഖം മനസ്സിലാവില്ല. അതില്ലാതെ വരണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്കൊക്കെ. ഇങ്ങനെ ഒരു ചതി ഇനി ആരോടും ചെയ്യരുത് അരുണേ. പാപം കിട്ടും, മഹാപാപം. വാസവി, അവര് പറഞ്ഞിട്ട് പോയൊന്നും താൻ കേട്ടില്ല. ഡോ, കേട്ടത് മുഴുവൻ ഞാനാണ്. അമ്മച്ചി എപ്പോഴും പറയും, തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോണ വഴി അങ്ങോട്ട് പോട്ടെന്ന്. വെള്ളിയാഴ്ച കുർബാന കൂടാതെ കടം കൂട്ടി വെച്ചനാ. പള്ളിക്കാർക്കും പട്ടക്കാർക്കും കൊള്ളരുതാത്തവനാ. അങ്ങനെ കേൾപ്പിച്ചവനാ ഞാൻ. ഇപ്പൊ ഈ പ്രാക്കൂടെ അങ്ങനെ കേക്കുക. കർത്താവേ, നമ്മുടെ ഓരോ ഗതികേടെ. ഏതോ ഒരുത്തേക്ക് വയറ്റിൽ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് പ്രസവിപ്പിച്ച് വല്ലവർക്കും വിൽക്കാൻ വേണ്ടി തെരുവ് നാടകം നടത്തിയവനാണ് ഈ അരുൺ തോമസ് എന്ന്. ഡ്രീം ഹൗസ് കൺസ്ട്രക്ഷന്റെ MD. ആള് ഭയങ്കരനാട്ടാ, ഫേമസാ. ഇപ്പൊ അവര് പ്രാഗി പറഞ്ഞിട്ട് പോയതാണ്. തന്റെ മനസ്സ് ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ എന്നെ കൂടെ ഇവിടെ കൊണ്ടെത്തിച്ചേ? എത്രയോ തവണ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ നിമിഷം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇയാൾ അവരുടെ ഭാഗം ഒന്ന് ചിന്തിക്കാത്ത എന്താടോ? കഷ്ടം. പെണ്ണിന്റെ മനസ്സാ. എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച പോലെ എനിക്ക് എന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല സർ. അല്ല, അതിനിപ്പോ ഞാനിപ്പോ എന്തുട്ടാ വേണ്ടേ? അതൂടെ പറഞ്ഞാ. ഇനിയിപ്പോ അന്നമ്മ ചേട്ടത്തിന്റെ വീട്ടില് പോവാൻ പറ്റില്ല. അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ. ഈ വീട്ടിലോട്ട് താമസിക്കാനും പറ്റില്ല.
എന്നെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും വിട്ടാ മതി. എല്ലാ തെറ്റും ഞാൻ കാരണ. ഞാൻ തിരുത്തിക്കൊള്ളാം എല്ലാം. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, ആർക്കും ബാധ്യതയാവാതെ. സാറിനും സുദീപിനും ആർക്കും ബാധ്യതയാവാതെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഇയാൾ എന്തൊട്ട് പുറത്തറിയി പറയണേ? ഇയാളോ അങ്ങനെ വഴി കളഞ്ഞിട്ട് പോയിട്ട് ഇയാൾ എന്തെങ്കിലും വേണ്ടതിനും കാണിച്ചാലേ ഞാനല്ലേ പെടണേ? ഇയാളിപ്പോ എവിടെ പോയി ജീവിക്കുന്ന വിചാരിക്കണേ? താൻ വന്നും വണ്ടിയിലോട്ട് കയറിക്കേ. ഇല്ല സാർ, സാറിന്റെ അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ വരില്ല. ഏതമ്മച്ചി? ഏതമ്മച്ചിയോടോ? ഇയാളെന്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് വരും വേണ്ട, ഒട്ട് കാണും വേണ്ട. ഇയാളെന്താ വിചാരിച്ചിരിക്കണേ? തന്നെ കൊണ്ടുപോയി മിന്നു കെട്ടി ഞാനങ്ങ് കൂടെ പൊറപ്പിക്കുന്ന? അങ്ങനെ ആവണമായിരുന്നെങ്കിലേ എനിക്ക് നേരത്തെ ആകായിരുന്നു. നിർത്തിയടോ, എല്ലാം ഞാൻ നിർത്തി. സിറിലിന്റെ മുമ്പിൽ കാണിച്ച വാശി ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. തോറ്റടോ, ഞാൻ അവന്റെ മുമ്പിൽ അങ്ങോട്ട് തോറ്റു. കയ്യിലൊരു പൊടിക്കൊച്ചും വാരിക്കെട്ടിക്കൊണ്ട് നടക്കാൻ 2 പെട്ടിയും ഒരു കിടക്കയും, ആകെയുള്ളൊരു സമ്പാദ്യം. ഇത്രയും കാലം ജീവിച്ചിട്ട് ഇടോ എത്ര വയസ്സായിടോ തനിക്ക്? വിഴുപ്പ് പോലൊരു ജീവിതം കൊണ്ട് അവസാനിപ്പിക്കടോ, അങ്ങോട്ട് തീർത്തിളാ. ഇതാർക്ക് വേണ്ടി ഇയാൾ ജീവിക്കണേ? കാത്തിരിപ്പുണ്ട് സിറില്. ചെല്, എന്നിട്ട് അവന്റെ കൂടെ അങ്ങോട്ട് ജീവിക്കേ. അവനെങ്കിലും ഒരല്പം സമാധാനം കിട്ടിട്ടാ. ശരി അരുൺ സർ, ആർക്കും വേണ്ടാത്ത എല്ലാവരും ചവിട്ടി തേച്ച വിഴുപ്പ് വേണ്ട എന്റെ ജീവിതം. പോയിക്കൊള്ളാം. എങ്ങടാ പോണെന്ന്? ചെന്ന് വണ്ടി കയറാം. ചെന്ന് വണ്ടി കയറട്ടാ. പറഞ്ഞാ കേക്കണം. ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങള്. തോന്നിയ ദിവസം കാണിക്കേ. വന്ന് വണ്ടി കയറിക്കണം. എന്നാലും എന്തൊരു ഫ്രോഡാ സബി അവള്. കള്ളി, പേരും കള്ളി. എന്തൊക്കെ നാടകമായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത്. അവനോളും ബാംഗ്ലൂരായിരുന്നല്ലോ. അവനോട് എന്താ കൺസ്ട്രക്ഷൻ കമ്പനിയോ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ വെച്ച് അവക്ക് കയറിപ്പോയി. അവൻ തടിയൂരി. അവസാനം അവൾ അന്വേഷിച്ചെത്തിയായിരിക്കും. അവസാനം ബോധം കെട്ട് വീണ് നമ്മുടെ കയ്യിലെത്തി. അല്ലെങ്കിൽ ബോധപൂർവ്വം ഒരു കഥയുണ്ടാക്കി അവനും അവളും കൂടെ. അവസാനം ഒരു താവളവും കണ്ടുപിടിച്ചു, നമ്മുടെ വീട്. എന്തെങ്കിലും ആയിക്കോട്ടെ രവി, ഞാനിപ്പോ ഒന്നും ആലോചിക്കുന്നില്ല. അങ്ങനെയല്ല സബി. അവനെ അവളെ ഉണ്ടല്ലോ തോലച്ചുകളയും ഞാൻ. അവനോളും ചേർന്ന് നമ്മളോട് കാണിച്ചേ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക്? അവന്റെ ചട്ടുവാക്കുളം കുടുംബം കേറി കലക്കും ഞാൻ. നാട്ടുകാരെ അറിയട്ടെ. മാന്യന്റെ മുഖം മൂടി പുണ്യാളം ഞമ്മഞ്ഞ് നടക്കല്ലേ ആഭാസൻ. രവി അങ്ങനൊന്നും ചിന്തിക്കണ്ട. നാണം കെട്ടത് നമ്മളങ്ങനെ തോറ്റു കൊടുക്കുന്നില്ല സബി. കുഞ്ഞിനെ തരില്ല എന്ന് പറഞ്ഞപ്പോണ്ടല്ല അടിച്ച് പൊട്ടിക്കാൻ തോന്നി രണ്ടിനെ കരണക്കുറ്റി എനിക്ക്.
എനിക്ക് വേണ്ടി ചില ബന്ധങ്ങള് ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയാലുണ്ടല്ലോ ഞാനെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ ഉരിഞ്ഞു പോവന്റെ തൊലി. വേണ്ട രവി, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് യോഗമില്ലെന്ന് കരുതിയാ മതി. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്കാം. നമ്മൾ എത്ര കാര്യമായിട്ടാ സബി അവളെ നോക്കിയേ, പിന്നാലെ നടന്ന് എത്ര കാര്യമായിട്ട് നമ്മൾ അവളെ നോക്കിയേ. അതിന്റെ ഒരു നന്ദി, ഒരിറ്റ് സ്നേഹം അവള് നമ്മളോട് കാണിച്ചോ? സമാധാനിക്ക്. ഒന്നും നമുക്ക് വിധിച്ചിട്ടില്ല രവി. സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിച്ചാലോ? അപ്പൊ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറും. ചെല്ല് രവി, ചെല്ല്. ദേ അവിടെ കടയുണ്ട്, ചെന്നെന്തെങ്കിലും വാങ്ങ്. ചെല്ല് രവി, പറയുന്നത് കേക്ക്. ചെന്ന് വാങ്ങിച്ചിട്ട് വാ. ചെല്ല്. എന്നാ. പാവം ആ അച്ഛനെ അവള് പറഞ്ഞു വരിച്ചു, മനസമാനം കളഞ്ഞു. മോളെ പോലെയാണ്, അച്ഛനാണ്, എന്തൊരു സ്നേഹം ആരാധനയൊക്കെ ആയിരുന്നു. എവിടെ പോയതല്ല നന്ദിയില്ലാത്തവള്. അതൊക്കെ നമ്മൾ കണ്ടതല്ലേ രവി. പോകുന്ന പോക്കിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും കൂടി വാങ്ങാമെന്ന് കരുതിയിരിക്കും. അച്ഛന്റെ മനസ്സ് അവള് മാറ്റിയെടുത്തതാ. ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ വിൽപ്പത്രം എഴുതി വെക്കോ അവളുടെ പേരില്? ഒന്ന് ഓർക്കണം സബി, അവൾ ആദ്യം ദർശനയുടെ ഹോസ്പിറ്റലിൽ ദർശന ഡോക്ടറുടെ കൂടെ ആശുപത്രി വന്ന ബില്ല് മുതൽ നമ്മൾ പ്രസവിപ്പിക്കാൻ കൊണ്ടുപോയി ആശുപത്രിയിലെ ബില്ല് വരെ അവള് കൊടുത്തു, അല്ലെങ്കിൽ അവനെ കൊണ്ട് കൊടുപ്പിച്ചു. ഒടുവിൽ വീട്ടിൽ ആഹാരം കഴിച്ചതിന്റെ കണക്ക് വരെ അവള് നോക്കി. അവളുടെ കണക്ക് കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തില്ലേ നമ്മൾ അവിടം വരെ. എല്ലാം പ്ലാനിങ് ആയിരുന്നു അവരുടെ, രണ്ടെണ്ണം കൂടെ ഉള്ള പ്ലാനിങ്. മനസമാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല രണ്ടിനെയും നമ്മളെ വേദനിപ്പിച്ചിട്ട്. ഒന്നും വേണ്ട രവി. അവളുടെ ഒരു എഗ്രിമെന്റ്. ഇങ്ങനെയുള്ളവളൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയാമോ? വെച്ചക്കത്തില്ല ഞാൻ. മനസമാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല രണ്ടിനെയും. നീ നോക്കിക്കോ. അങ്ങനൊന്നും വേണ്ട രവി, ഒന്നും വേണ്ട. രവി, ഇനി നമ്മൾ എങ്ങനെയാ വീട്ടിലേക്ക് ചെന്ന് കയറുക? എന്താ പറയാ? എല്ലാവരും അവിടെ കാത്തിരിക്കല്ലേ? എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. ഇപ്പൊ കള്ളം പറയാൻ മടിയില്ലാതായല്ലോ, അതാണല്ലോ കൂടുതൽ ശീലം. അമ്മച്ചാണല്ലോ. അമ്മച്ചി,
അമ്മച്ചി ഞാനിവിടെ പാലക്കാട് വരെ വന്നതാ. അല്ല, നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിന്, കേസിന്റെ കാര്യത്തിന്. ഡെന്നിസാ അവൻ എന്തൊട്ട് പറഞ്ഞെന്നാ പറയണേ? അമ്മച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇടപെടണ്ടട്ടാ. ഇന്നലെ ഓഫീസിൽ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ കേസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പള്ളിയിൽ ഇനിയിപ്പോ ഞായറാഴ്ച പോയപ്പോരേ. ഓ, ഡോക്ടർ എടുത്താ അത് മറന്നുപോയല്ലോ അമ്മച്ചി. ഇല്ല അമ്മച്ചി, ശ്രുതിയുടെ പേരൻസ് നാട്ടിൽ വന്നിട്ടില്ല. അവര് വേറെ തീരുമാനിച്ചമ്മച്ചി. അമ്മച്ചിക്ക് എന്തുട്ടാ പറഞ്ഞ മനസ്സിലാവാത്തെ? അമ്മച്ചിക്ക് എന്നെക്കാളും വിശ്വാസം ഡെന്നിസിനെ. എന്നാ പിന്നെ അങ്ങനെ തന്നെ വെച്ചോ. ശരിട്ടാ. എല്ലാവരുടെ ശ്വാസം മുട്ടിച്ചങ്ങോട്ട് കൊല്ല. എടോ, താൻ രക്ഷപ്പെട്ടു പോയാലും അവൻ വിടില്ല. ഈ കേരളത്തിലുള്ളിടത്തോളം അവൻ നമ്മളെ ആരും വിടില്ല. ഇപ്പൊ തോന്നു തന്റെ തീരുമാനമാണ് ശരിയെന്ന്. താൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടാ എന്റെ കൂടെ നടന്നാ താൻ കൂടുതൽ കുരുക്കിലേക്ക് പോവുള്ളൂ. ഇനിയിപ്പോ എന്താ വേണ്ടത് താനങ്ങോട്ട് പറഞ്ഞാൽ മതി. തൽക്കാലം ഒരു ഹോസ്റ്റലോ മറ്റോ അറേഞ്ച് ചെയ്യാം. അവിടെ നിന്നുണ്ട് താൻ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ. Yeah.